ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പി.എസ്. പ്രശാന്ത് നയിക്കുന്ന നിലവിലെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലേക്കോ? ഉന്നതരുടെ പങ്കും അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 മുതൽ 2025 വരെയുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം. ഉന്നതർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. വമ്പൻ സ്രാവുകളിലേക്കും അങ്ങനെ അന്വേഷണം പോവുകയാണ് എന്നുള്ള സൂചനകളാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം SIT സമർപ്പിച്ച പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ കോടതി സീൽ വെച്ച കവറിൽ വാങ്ങി അതിൽ നിർണായകമായ ചില സൂചനകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ ഇടപാടുകളും അന്വേഷിക്കും, ഒപ്പം ഗൂഢാലോചനയ്ക്ക് കൂട്ടുള്ള ആളുകളെയും പ്രതിയാക്കണം എന്നുള്ള നിരീക്ഷണം കൂടി കോടതി നടത്തുകയാണ്. കോടതിയുടെ മേൽനോട്ടവും നിയന്ത്രണവും കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിൽ ഉണ്ടാകും എന്നും വ്യക്തമാക്കുകയാണ്. തിരുവാഭരണ കമ്മീഷണർ 2025 നിലപാടുകൾ മാറ്റിയത് ദേവസ്വം പ്രസിഡന്റിന്റെ ഉത്തരവനുസരിച്ചാണ് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ മിനിറ്റ്സ് പിടിച്ചെടുക്കണം നിർദ്ദേശമുള്ളപ്പോൾ ആരൊക്കെ കുടുങ്ങും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇടക്കാല ഉത്തരവ് അത്ര രൂക്ഷമായ പരാമർശങ്ങൾ ദേവസ്വം ബോർഡിനെതിരെയും മുന്നോട്ട് വെക്കുകയാണ്. ചെറിയ മീനുകൾ മാത്രമല്ല, വമ്പന്മാരും ഈ ഇടപാടുകൾക്ക് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഉന്നതർ കൂടി ഇനിയും കുരുക്കിലാകാൻ പോവുകയാണ്.